ഹേ ഹായ്. അപ്പം ഇന്ന് ഞാൻ തറവാട് വീട്ടിൻ്റെ സിറ്റ് ഔട്ടിലാണുള്ളത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ 2 ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. അതായത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള 2 ഗിഫ്റ്റ്. അതിൽ ആരുഷിന് ഒരു കളർ ചെയ്യുന്നൊരു സംഭവം, അയാൻഷിന് എന്ന് വെച്ചാൽ ഒരു ജസ്റ്റ് ഒരു പെന്നും അടങ്ങിയ ഒരു ബോക്സ് പോലത്തെ, രണ്ടാക്കും ഓൾമോസ്റ്റ് സെയിം ഗിഫ്റ്റ് തന്നെയാണ് വാങ്ങിയത്. അപ്പം അത് അവർക്ക് കൊടുത്തിട്ട് സർപ്രൈസ് ചെയ്യുന്ന ഗിഫ്റ്റാണ്. സർപ്രൈസ് ചെയ്യുന്നൊരു ഇതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഞാനിപ്പം ആ 2 ഗിഫ്റ്റും എൻ്റെ വണ്ടിയിൽ ഇവിടെ സ്കൂട്ടറിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇതെന്തിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് വെച്ചാൽ, പിള്ളേർ 2 ദിവസമായിട്ട് എൻ്റെ വീഡിയോയിലും അതിലും സംസാരിക്കലും കാര്യമൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിള്ളേരല്ലേ 2 ഗിഫ്റ്റ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പം ആരുഷിൻ്റെ ഗിഫ്റ്റ് ഞാൻ ഈ വണ്ടിയിൽ തന്നെയാണ് വെക്കുന്നത്. വണ്ടിയിൽ ഡിക്കിയിലുണ്ട്. സോ അയാൻഷ്, അതായത് ചെറുതിൻ്റെ ഗിഫ്റ്റ് ഞാൻ വേറെ എങ്ങും ഒളിപ്പിച്ച് വെക്കാനാണ് പോകുന്നത്. ഓക്കെ, ചെറുത് എന്നെ ഇവിടുന്ന് കണ്ടു, അതായത് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഇനി അധികം ഇവിടെ പരിങ്ങി കളിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഓൻ പിടിക്കും. കാരണം ഓന് മനസ്സിലാവും എന്നാ നടക്കാൻ പോകുന്ന എല്ലാം മനസ്സിലാവും. അപ്പം ഞാൻ ഗിഫ്റ്റ് എന്നാ നിങ്ങൾ കാണിച്ചു തരാം ജസ്റ്റ്. ഓക്കെ, സോ അയ്യോ ചെറുതിരുന്നുണ്ട്, ഇപ്പോഴേ കാണിക്കാൻ പറ്റില്ല. ഹായ്. എന്താണെന്നറിയില്ല, കറക്റ്റ് സമയം. എങ്ങോട്ട് പോകുന്നു? എവിടെയില്ല. എന്താ ഇന്നത്തെ പരിപാടി? സോ ഗൈസ്, അപ്പം ഇവൻ എന്നെ കളിക്കാൻ വിളിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം ഏകദേശം 4-5 മണിയായി. 4-5 മണിയായെന്ന് വെച്ചാൽ വൈകുന്നേരം ഇവർക്ക് കളിക്കേണ്ട സമയം. സോ കളിക്കാനുള്ളൊരു ഉറങ്ങിയണീച്ച് വരുന്നയാ? അല്ല, ഉറങ്ങിയണീച്ച് വരുന്നതല്ല. മൈക്ക് വേണോ? മൈക്ക്. അപ്പോൾ നമുക്ക് ഇതിലൊരു മൈക്ക് ജസ്റ്റ് ഓന് പിന്നെ ഷർട്ടിൽ ഇതാക്കി കൊടുക്കാം. അതാകുമ്പോൾ ഓനെ സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഓൻ സംസാരിക്കുന്ന ഒച്ച നിങ്ങൾക്ക് വെക്കും. വെക്കാറില്ലേ? ഓൻ തന്നെ സ്വയം വെച്ചോളൂ. സോ അങ്ങനെ നമ്മൾ ഓനും മൈക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്തു അല്ലേ? എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇന്നെന്നാ പരിപാടി? ക്രിക്കറ്റ് കളിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇവൻ്റെ ചേട്ടൻ ആരുഷ് ക്ലാസ്സിലാണുള്ളത്. അപ്പം ഇവന് കളിക്കാൻ ആരുമില്ല അല്ലേ? അപ്പം ആരുവിൻ്റെ ക്ലാസ് എപ്പോൾ കഴിയുക അറിയില്ല. ഓ, ആരുവിൻ്റെ ക്ലാസ് എപ്പം കഴിയുന്ന ഇവൻക്ക് അറിയില്ല. സോ നമ്മളങ്ങോട്ട് ഇവൻ്റെ വീട്ടിൽ പോയിട്ട് ഒന്നിക്ക് ബാഡ്മിൻ്റൺ കളിക്കും. അത് കഴിഞ്ഞ് ആരുവിൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഇതാക്കും. ഓക്കെ, കൊതുണ്ടല്ലേ? കടിക്കുന്നുണ്ടാ? പോണോ ഇവിടുന്ന്? പോണോ? എവിടെ പോവാ? ധ്യാൻ ചേട്ടൻ വിളിച്ചനാ? ധ്യാൻ ചേട്ടൻ എന്നാ പറഞ്ഞേ? ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഓ, കൊതു കടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ? അപ്പൊ നമുക്ക് കൊതു കടിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവന്റെ വീട്ടിലേക്ക് പോവാം. ഓ, കൊതു കടിക്കുന്ന, ഓടിക്കോ, ഓടറാ. സോ ഗൈസ്, അപ്പം ആരുഷിൻ്റെ ഗിഫ്റ്റ് നമ്മളിവിടെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയാളെ ഗിഫ്റ്റ് ഞാൻ വരാം. ചെറിയാളെ ഗിഫ്റ്റ് ആ മുകളിലത്തെ ജനലിൻ്റെ ഉള്ളിലാണുള്ളത്. അത് ജസ്റ്റ് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ കാണിച്ചു തന്നാൽ ആ കാണുന്നതാണ് ചെറുതിൻ്റെ ഗിഫ്റ്റ്. അപ്പം അവനവിടെ ജനലിൽ വന്നിട്ട് നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് വെച്ച്. അതാ ആ ജനലിലേ നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി സംസാരിക്കാം. ഒരുത്തൻ എന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓനെ കൂട്ടാണ്ട് എന്തേ വീഡിയോ എടുക്കാഞ്ഞെന്നാണ് നോക്കുന്നത്. സോ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ 2 ഗിഫ്റ്റ് ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം എന്താ എന്തോ ഡൗട്ട് തോന്നിയിട്ട് നിൽക്കുകയാണ്. അവർക്ക് ചെറിയൊരു ചലഞ്ച് കൊടുക്കാം. ഞാനൊരു സാധനം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് കണ്ടുപിടിച്ചാൽ ഒരു സാധനം സമ്മാനമായിട്ട് നൽകും. അപ്പം ചെറുതായിട്ട് തന്നെ വാച്ച് ചെയ്യുന്ന കൊടുക്കുന്നത്. അപ്പം നമുക്ക് ആരുഷിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്കെടുക്കാം. അപ്പോൾ ചെറുതിൻ്റെ റിയാക്ഷൻ കാണാനാണ് ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ്. ചെറുതിൻ്റെ റിയാക്ഷൻ എന്താവും, ഓനെങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ്
കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം, കാരണം ഓനിപ്പം ക്ലാസ്സാണ്, ഡിസ്റ്റർബ് ചെയ്യേണ്ട. സോ നമുക്ക് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പം എവിടെ നിന്നെല്ലാം നോക്കാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ നോക്കുന്നുണ്ട്. എന്നാ ചെയ്യുന്നത് എന്താ പോയി. പൊതുവേ ഞാൻ ഇവിടുന്നാണ് വീഡിയോ എടുക്കല്. അപ്പോൾ എന്തുകൊണ്ട് തറവാട്ടിൽ നിന്ന് എടുക്കുന്നതിലൊരു ഡൗട്ട് ചെക്കൻ്റെ ഉള്ളിലുണ്ട്. ചെക്കൻ എന്തോ കത്തിയിട്ടുണ്ട്, പക്ഷേ മനസ്സിലാവില്ല, കാരണം ഞാൻ കാണിച്ചിട്ടൊന്നുമില്ല, ഒന്നും കാണാനും ചാൻസ് ഇല്ല. അപ്പം ആരുഷ് ഇവിടെ ക്ലാസ് വെക്കുന്നതിന് അവൻ്റെ അമ്മമ്മേൻ്റെ ഒപ്പം മുകളിൽ പോയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ, അതായത് ആറിയിട്ട് ഡ്രസ്സ് എടുക്കാൻ. സോ നമ്മൾ അധികം ഇവിടുന്ന് സംസാരിച്ച് ഡൗട്ട് അടുപ്പിക്കുന്നില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങനെയാവും എന്താവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ചെറിയ സാധനം കിട്ടിയാൽ തന്നെ ഭയങ്കര സന്തോഷമാണ്. അതായത് ഞാൻ ഇതിനിടക്ക് 2 മുട്ടായി വാങ്ങി കൊടുത്തിരുന്നു. അത് കിട്ടിയപ്പം ചെറുതിനും ഭയങ്കര സന്തോഷമായി, മറ്റവനും ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇത് കിട്ടിയാൽ ഇതിനെക്കാട്ട് സന്തോഷമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് നോക്കാം. സോ അവൻ അവിടെ തന്നെ കളിക്കാൻ വിളിക്കുന്നുണ്ട്. അപ്പം ജൂൺ മാസം ആവാറായി. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അനിയന്മാർക്ക് അല്ലെങ്കിൽ വീട്ടിലെ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം, അതായത് ഒരു ക്രയോൺസ് എങ്കിൽ ക്രയോൺസ്, അല്ലെങ്കിൽ ഒരു കുറച്ച് പെൻസിൽസോ അല്ലെങ്കിൽ പെന്നോ കാര്യങ്ങളോ അല്ലെങ്കിൽ കളർ പെൻസിലോ എന്തെങ്കിലും ആയിട്ട് വാങ്ങിക്കൊടുക്കുക. കാരണം ജൂൺ മാസമായി, അവർ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതായത് പെൻസിൽ, സ്കട്ടർ ഇതൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരിക്കും. കോട്ട, ബാഗ് ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം ഉള്ളൊരു സമയമായിരിക്കും ഇവർക്ക്. സോ നിങ്ങളെ കൊണ്ടാവുന്നത് അവർക്ക് വാങ്ങിയിട്ട് കൊടുക്കുക. എന്നെ ഒരാൾ ഷട്ടിൽ കളിക്കാൻ വിളിച്ചുകൊണ്ടുണ്ട്. സോ എനിക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് എനിക്ക് എന്ന് വെച്ചാൽ ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം, എന്നിട്ട് ജിമ്മിന് പോകണം. അതിന് മുന്നേ പിന്നെ ഇവൻ്റെ ഒപ്പം ഷട്ടിൽ ബാറ്റും കളിക്കണം, അല്ലെങ്കിൽ ആ പാവം വെറുതെ ഇരുന്ന് ബോറടിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതായത് നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞു മക്കളെപ്പുറം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. നിങ്ങളെ അതായത് പണികൾ മാറ്റി വെച്ചുകൊണ്ട് അതായത് ഒരു മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. അത് അവർക്ക് ഭയങ്കര ഇതായിരിക്കും. എപ്പോഴും നിങ്ങൾ പിള്ളേരെ ഫോണിലിരുത്താൻ വിടരുത്. ഇങ്ങനെയുള്ള ഷട്ടിൽ, ക്രിക്കറ്റ് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. സോ അവർ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം അവർക്ക് ഇങ്ങനെ ഓടിക്കളിച്ചാലും ഇങ്ങനെ പല രീതിയിലുള്ള കളികൾ, അതായത് ക്രിക്കറ്റ്, ഫുട്ബോള്, അതുപോലെ ഷട്ടിൽ, ഇങ്ങനെ മേലനങ്ങുന്ന എല്ലാം ഇപ്പോഴേ ചെയ്യിപ്പിച്ചാലേ അവർക്ക് ബോണിനൊക്കെ സ്ട്രെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്കൊരു പിന്നീടുള്ള ഒരിതിൽ കളിക്കാനൊരിതുണ്ടാവുള്ളൂ. നേരത്തെ പറഞ്ഞ കാര്യം കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ജിമ്മിനും പോവാം. അപ്പം കുറച്ച് പരിപാടികളായിട്ട് ഇപ്പോൾ തിരക്കിലാണ്. അപ്പം നമുക്ക് കളിക്കാൻ ഇവിടെ ഒരാൾ റെഡി. കളിക്കാം. ക്ലാസ് ഉണ്ട്. എത്ര മണിക്കാ കഴിയുമെന്ന് അറിയോ? ചോദിക്കാൻ പറ്റുമോ? വേണ്ട, ഞാൻ നേരത്തെ ചോദിക്കണ്ട. അപ്പോൾ ആരൂന് കുറച്ച് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഷട്ടിൽ കളിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ കളിക്കാം. ചായ കുടിച്ചോ? ഈ മൈക്ക് വാങ്ങിയപ്പം മുതൽ ഇവനിതിന് മുത്തം വെച്ചോണ്ടിരിക്കും. എനിക്കെന്താ മൈക്ക് അത്ര ഇഷ്ടപ്പെട്ടോ? വേണ്ട അങ്ങനെയാണ്. അപ്പം നമുക്ക് കുറച്ച് നേരം ഷട്ടിൽ കളിച്ചിട്ട് ബാക്കി വീഡിയോ കാണാം. സോ ഗൈസ്, അപ്പം പിള്ളേരവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്. സോ ഇതാണ് ഷട്ടിൽ, അതായത് ബാഡ്മിൻ്റൺ കോക്ക്. അപ്പം ഇത് നമുക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് ആരാണോ ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് അവർക്ക് ഞാൻ ആ ഫസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. അത് എളുപ്പമുള്ളൊരു സ്ഥലത്തല്ല ഞാൻ വെക്കാൻ പോകുന്നത്. സോ ചിലപ്പോൾ ഇതിന് മുകളിലായിരിക്കും, അല്ലെങ്കിൽ അവർ വീട്ടിൽ തന്നെ ആയിരിക്കും. സോ ഫസ്റ്റ് ആരാണോ അത് കണ്ടുപിടിക്കുന്നത് അവർക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ ഒന്നിക്കിൽ ഇവരെ വീട്ടിൽ ഈ കോക്ക് വെക്കും, എന്നിട്ട് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ എന്നിട്ട് അവർ ഈ കോക്ക് കണ്ടുപിടിച്ചാൽ വേറൊരു സാധനം കൂടെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ ചുറ്റിക്കും. അതിനിടക്കാർക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ പോകുന്നത്. സോ ഒരു ചലഞ്ച് പോലത്തെ അതായത് ഒരു ചെറിയൊരു ചലഞ്ച്, അതുപോലെ തന്നെ അതിലുള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുക്കും. ഓക്കെ, സോ നമുക്ക് നേരെ അവർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടാവും, നമുക്കത് കൊണ്ടുപോയി ഫസ്റ്റ് ഒളിപ്പിക്കാം. ഓക്കെ, സോ ഗൈസ്, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ക്രിക്കറ്റ് കളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പം ഇങ്ങോട്ടാ ക്രിക്കറ്റ് കളിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങോട്ടാ ഇവിടെ ഞാൻ ഷട്ടിൽ കോക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഷട്ടിൽ കോക്ക്
നമ്മൾ ബാഡ്മിൻ്റൺ കളിക്കുന്നതിൻ്റെ കോക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങളിൽ ഒരാൾ കണ്ടുപിടിക്കണം. ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സോ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും സമയം. അതായത് ഇതേ സ്റ്റാർട്ട് ചെയ്തു. ആർക്ക് കണ്ടുപിടിക്കാൻ? കോക്ക് കണ്ടുപിടിക്കുക, എന്നിട്ട് പറയാം എന്ത് തരുന്നത്. എൻ്റെ കീശയിലില്ല, എൻ്റെ ദേഹത്തൊന്നുമില്ല, എൻ്റെ പോക്കറ്റിലെല്ലാം. ക്ലൂ ഈ വീട് ആ വീടും. ആ ഇതിലെവിടെയോ ഉണ്ട്, ഇവിടെ എവിടെയോ ഉണ്ട്. വീട്ടിൽ മാത്രമേ ഉള്ളൂ, വീട്ടിൽ മാത്രമേ ഉള്ളൂ. 2 വീട്ടിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അല്ല, ഉള്ളിൽ നോക്കണം, പുറത്ത് നോക്കണം. അല്ല, അങ്ങനെ പറയില്ല. ഉള്ളിൽ നോക്കണം, പുറത്ത് നോക്കണം. സോ അങ്ങനെ തകൃതിയായി 2 ആളും ക്രിക്കറ്റ് കളി മാറ്റി വെച്ച് പരുതാൻ തുടങ്ങി. ഒരുത്തൻ അങ്ങോട്ടോടി, ഇതാ ഒരുത്തൻ ഇങ്ങോട്ട് ഓടാൻ പോകുന്നു. നമുക്ക് വയ്യ തന്നെ പോവാം, അല്ലെങ്കിൽ ഇവിടെ വിടാം, ചെറുതിൻ്റെ വയ്യ പോവാം. വാ ഓട് എവിടെയില്ലേ, വേഗം കണ്ടുപിടിക്കുക. സമയം. സോ ഇവിടെ തകൃതിയായിട്ട് സംഭവം പരിധി നടക്കുന്നുണ്ട്. ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ചെറുതൊക്കെ ഭയങ്കര ഓട്ടം ഇവിടെ. സോ ഓടിയിടാ. ഇതേ ഒരുത്തൻ നോക്ക് വേഗം പെട്ടെന്ന്. ആ വീടോ ഈ വീടോ എന്നാ? ഇവിടെ എങ്കിലും കുറച്ചുകൂടെ പരിധി, എന്നിട്ട് സെക്കൻഡ് ക്ലൂ തരാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്ലൂ കൊടുത്തു. അതായത് 2 വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്. ഓക്കെ, ഒരാൾ ഇവിടെ ആദ്യം ഷൂ എടുത്തിട്ട് ആദ്യം പോകുന്നുണ്ട്. ആരുഷ് ഏകദേശം ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ എത്തും? 2 ആളും ഏതെങ്കിലും 2 ദിശയിൽ പോകണം. അവിടെയൊന്നുമില്ല, വണ്ടിക്കകത്തും അവിടെയൊന്നുമില്ല. അല്ലല്ല, 2 വീട്ടിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ പുറത്തും. പുറത്ത് ഇത്രയും സ്ഥലമില്ല, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. രണ്ടാളും ഓട്ടം തുടങ്ങിയിരിക്കുന്നു. ഷട്ടിൽ കോക്ക്. 2 ആളും തറവാട്ടിൽ നിന്ന് ആദ്യം കഴിഞ്ഞു. ആദ്യം ഓടി. എന്താ പറ എന്താ പറഞ്ഞേ? ഓക്കെ, ഉഷാറ് പോരാ. അപ്പം ഇവർക്ക് പരിധി കിട്ടിയിട്ടില്ല. അപ്പം ഇത്രയും സമയമായിട്ട് എൻ്റെ കീശയിലൊന്നുമില്ല. ഒരാൾ എൻ്റെ പോക്കറ്റിൽ. എടാ ഇല്ല, എൻ്റെ പോക്കറ്റിലെല്ലാം തപ്പി നോക്കി, കിട്ടിയിട്ടില്ല. സോ നമുക്ക് ക്ലൂ കൊടുക്കാം. അപ്പം ആ വീട് ക്യാൻസൽ. വേഗം പോ. രണ്ടാളും തകൃതിയായി പരിധി നോക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്തും ഇപ്പുറത്തും. പുറമുണ്ട് കേട്ടോ, വീടിൻ്റെ പുറത്തുമുണ്ട്. പുറത്ത് നോക്കണം. സോ നമുക്ക് പുറത്ത് നോക്കിയേക്കാം. മരം വന്നില്ലേ? സോ അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിട്ടും അക്കിലും നോക്കുന്നുണ്ട്. ഒരാൾ ഇവിടെ വരുന്നപ്പോൾ മറ്റേ ആൾ വേറെ എന്നാലേ കിട്ടുള്ളൂ. സോ 2 ആളും ഭയങ്കര തിരക്കിട്ടാണ് വരുന്നത്. ആരും സ്പീഡാക്കുന്നുണ്ട്. ചെറുതാ മുകളിലേക്ക് കയറാൻ പോകുന്നു. നിങ്ങൾ ഏതാണ്ട് അടുത്തെത്തിയായിരുന്നു, പക്ഷേ നിങ്ങൾ വീണ്ടും പുറത്തെത്തി. അല്ല, അവിടുന്ന് പുറത്തെത്തി. ആ വെച്ച സാധനം എടുക്കുന്ന ആദ്യം അകന്തോന്നു. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം, പക്ഷെ വീണ്ടും ഇവർ പുറത്തെത്തി. ഇല്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം 2 ആളും. എന്ത് അടുത്താണോ കോക്ക്? നിന്റെ അടുത്തോ? അതൊന്നും പറയില്ല. അത് പറയുമ്പോൾ 2ാമത്തെ ക്ലൂ ഇവർക്ക് കിട്ടും. നമ്മൾ ഫസ്റ്റ് ക്ലൂവേ കൊടുത്തുള്ളൂ. 1 2 വീട്ടിൽ ഏതെങ്കിലും 1, അല്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ മാത്രം. അതിൽ നമ്മൾ ആ ക്ലൂ മാറ്റി ഈ വീട്ടിൽ മാത്രം ആക്കിയിട്ടുണ്ട്. കാരണം ഇവർ ഒന്നാമത് തന്നെ ഓട്ടം തുടങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഇതുവരെ അടുക്കള ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല. 2 ആളും അടുക്കള ഭാഗത്തേക്കോ ഏടിയും പോയിട്ടില്ല. ഇവർ ഇപ്പം പരിധിക്കൊണ്ട് എന്നെയെന്ന് ഗ്യാസ് കുറ്റി കിട്ടിയോ അവന് പരിധിയിൽ. വേഗം നോക്കട്ടെ, സമയം. ആരുഷ് മുകളിലേക്ക് പോകാൻ പോകുന്നു. ഇതേ വീണ്ടും പുറത്തേക്ക് പോയി. നിങ്ങൾ ആർക്കെങ്കിൽ ഒരാൾക്ക് കിട്ടണ്ടേ? 2 ആളിങ്ങനെ ഒരുമിച്ച് പോയാൽ ആർക്കെങ്കിൽ ഒരാൾക്കേ കിട്ടണ്ടേ?
രണ്ടാളിങ്ങനെ ഒരുമിച്ച് പോയാൽ ഒരാൾക്ക് കിട്ടിയ ഓക്കെ 3 ക്ലൂസ് തരാം. ഈ 1 2 3 4 5 ഈ ഹോള്, ഈ റൂമും മുകളിലും ആ ഫുള്ളും, അതാണ് അടുത്ത ക്ലൂ. അതെ, പുറത്തില്ല. ഓക്കെ, നമുക്ക് സോ അടിയായിക്കൊണ്ടിരുന്നു. അതായത് നീ എൻ്റെ പുറകെ കയറില്ലേ, അതായത് ഒരാൾ പരുതുമ്പോൾ ഒരാൾ അവരവരെ പുറകെ പോയിട്ട് പരുതി ചെയ്യുന്നതിന് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്, നമുക്ക് നോക്കാം. ഞാൻ ചിലപ്പോൾ അതിരിക്കുന്ന സ്ഥലം മാറ്റുന്നതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ. ഓക്കെ ക്ലൂ തരില്ല, അതന്നെ ക്ലൂ. ഇതാണ് ഏറ്റവും നിങ്ങൾക്ക് കിട്ടുന്ന ക്ലൂ, ഏറ്റവും വലിയ ക്ലൂ. ഓക്കെ, നിങ്ങൾ ഇല്ലാത്ത സമയം നോക്കി ചിലപ്പോൾ ഞാൻ മാറ്റാണ്ടിരിക്കാം, അല്ലെങ്കിൽ ഇത് ഇല്ല, നിങ്ങൾ ചിലപ്പോൾ പരുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാറ്റാൻ ചാൻസ് ഉണ്ട്. ഒരുത്തും ബാത്റൂമിലേക്ക് നോക്കാൻ പോയി, കിട്ടിയാ? ചിലപ്പോൾ അവിടെയൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ അവിടെയൊക്കെ ഉണ്ടായെന്ന് വരാം. സോ പരുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുകളിൽ ഇവർ ഇതുവരെ പോയിട്ടില്ല. കണ്ണാടി നോക്കുന്നുണ്ട്, ഷെൽഫ് നോക്കുന്നുണ്ട്, അയാൾ കട്ടിലിൻ്റെ അടി നോക്കുന്നുണ്ട്. കിട്ടുമോ ഇന്ന്? ഇങ്ങോട്ട് കിട്ടുമോ ഇന്ന്? കിട്ടൂല, അറിയില്ല. സോ പരുതിക്കൊണ്ടിരുതാ, പരുതി മടുത്തു. ഇപ്പോൾ കുറച്ച് വെള്ളം കുടിക്കലായി, അടുത്ത ആളാദ്യം വെള്ളം കുടിക്കലായി. സോ ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ക്ലൂവും കൂടെ കൊടുക്കും. സോ അതിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. എടാ നല്ല ക്ലൂ തന്നു. ഈ റൂം, ഈ സിറ്റ് ഔട്ടും പ്ലസ് ഈ ഹാള് 2 റൂം, പിന്നെ മുകളിൽ ഫുള്ളും. സിറ്റ് ഔട്ടില്ല. എന്നാൽ സിറ്റ് ഔട്ട് കൂട്ടണ്ട. ഓക്കെ, കുഴപ്പമില്ല. സിറ്റ് ഔട്ട് ഇത്രയില്ലല്ലോ, ആ ഇവിടെ എന്തെങ്കിലും കണ്ടാൽ തിരിയൂലേ കാണുമ്പം. സോ നമ്മൾ ആ ക്ലൂ കൊടുത്ത് പരുതലോടാക്കിയിട്ടുണ്ട്. ഇടാ കിട്ടുവാ? കിട്ടുവാ? ഇല്ല, നിങ്ങൾ പരുത്. സോ ഗൈസ്, അങ്ങനെ ഇവർക്ക് 2 ക്ലൂ കൊടുത്തു. അതായത് ആദ്യം കൊടുത്ത ക്ലൂ എന്ന് വെച്ചാൽ അപ്പുറത്തെ തറവാട്ട് വീട്ടിലും ഈ വീട്ടിലും ആയിരുന്നു കൊടുത്തത്. ഇതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം. സെക്കൻഡ് കൊടുത്ത ക്ലൂ എന്ന് പറയുന്നത് ഈ വീട്ടിൽ ഹാളിലും 2 മുറിയിലും ഡൈനിങ് ഹാളിലും സിറ്റ് ഔട്ടിലുമാണ് കൊടുത്തത്. അപ്പോൾ നമ്മൾ തേർഡ് ക്ലൂ കൊടുക്കാൻ പോകുന്നുണ്ട്. ഹാളിലും, ഈ വീടിൻ്റെ ഹാളിലും 2 മുറിയും ബാത്റൂമും ഡൈനിങ് ഹാളും മാത്രം. അതാ ക്ലൂ. എടാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാവും വരുത്താൻ. ഇത്രയേ ഉള്ളൂ, നോക്ക്. ബാത്റൂം ക്യാൻസൽ. ഓക്കെ, മുകളിൽ ഫുള്ള് ക്യാൻസൽ. ഫുള്ള് ക്യാൻസലാ. അപ്പോൾ നമ്മൾ തേർഡ് ക്ലൂവും കൂടെ കൊടുത്തു. തളർന്ന് പരുതി തളർന്ന് ഇനി ചായ കുടിച്ച്, അതായത് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും കളിക്കുന്നല്ല, പരുത്തുന്നാന്ന് പറഞ്ഞ് പരുതും. ഓക്കെ, ഇയാൾ ഷീറ്റും എല്ലാം പൊക്കി നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി തുടങ്ങുള്ളൂ. സോ ഇനി ഇവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവസാനത്തെ ക്ലൂ കൂടെ കൊടുക്കാം. അതിൽ ഇവർക്ക് എന്തായാലും കിട്ടൂലേ? കിട്ടും, നോക്കാം നമുക്ക്. നമ്മൾ 5 മിനിറ്റിന് ശേഷം നമ്മൾ ആദ്യം ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ അപ്പം റീസ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇത് പരിധിയിൽ കിട്ടാത്തൊരു തല മുട്ടയടിക്കുന്നതായിരിക്കും. തല മുട്ടയടിക്കുന്നതായിരിക്കും. റെഡിയാ? ഇത് പരിധിയിൽ കിട്ടാത്തവരാ പിടിച്ചു കൊണ്ടുപോയിട്ട് വിജുവിൻ്റെ കസേലയിലെത്തും. എൻ്റെ ഫുള്ള് മുട്ടയടിക്കും. ഓക്കെ, അപ്പം സ്റ്റാർട്ട്. ഓ ക്ലൂ കൊടുത്തിട്ട നമ്മളെ ഈ വീട്ടിൻ്റെ ഹോളും 2 റൂമും, പിന്നെ എന്നാൽ ഒരു ഹോളും 1 റൂമും. ഓക്കെ, അതൊക്കെ ഈ റൂം അല്ലല്ല, അപ്പുറത്തെ റൂം. സെക്കൻഡ് റൂമും 1 ഹോളും. ഇല്ല, പൂജാമുറി ഇല്ല. അത് വേണമെങ്കിൽ സെക്കൻഡ് റൂം ആവാം, അല്ലെങ്കിൽ ഹോളാവാം. ഹോളെന്ന് വെച്ചാൽ പൂജാമുറിയും കൂട്ടിക്കോ. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്ലൂ കൊടുത്തു. സോ പരിധി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇരിക്കാൻ പോകണം, നിങ്ങൾ പരിധി ഓട്ടെ. ഓക്കെ, നമുക്ക് ഇവിടെ ഇരിക്കാം. ഈ റൂം, ഈ ഹോള്,
ഈ പൂജാമുറി. സിമ്പിളാണ്, വേഗം കണ്ടുപിടിക്കാം. സിമ്പിളാണ്, വെരി സിമ്പിൾ. ഇടയ്ക്ക് ഒരുത്തൻ ചോദിക്കാൻ പോയി അമ്മേൻ്റെ അടുത്ത് എവിടെയുള്ളത് കള്ളാ വലിയ ഇവനെ ഒന്നാമത് ചോദിക്കാൻ പോയിന് 2 വട്ടം. ഇവനും ചോദിക്കാൻ പോയിന്. ആ നീ പോയിട്ടില്ല. ഓക്കെ എനിക്ക് പിന്നെയും കണ്ടുപിടിക്കാനായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂവും കൂടെ കൊടുക്കാം. ഹോള് മാത്രം. റൂമിൻ്റെ ക്ലൂ വന്നാൽ പിന്നെ എങ്ങനെ ഞാൻ പറയാം ക്ലൂ? അപ്പൊ നിങ്ങൾക്ക് രണ്ടാക്കം വേഗം കിട്ടും. ഹോള് മാത്രം തപ്പി പരുത്തിക്കോ, വേഗം വിട്ടോ. പൂജാമുറി ഇല്ല, ഹോള് മാത്രം. സോ അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ക്ലൂ കൊടുത്തിട്ടുണ്ട്. ഹോള് മാത്രം തപ്പി പരുത്താൻ കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പം ചില വലിപ്പിലാവാം, ചില സ്ഥലങ്ങളിലാവാം, ചില ഇവിടെ ആവാം, അവിടെ ആവാം, എങ്ങനെയാവാം. എൻ്റെ ചുറ്റും ബാക്കിലാവാം, മുമ്പിലാവാം, സൈഡിലാവാം, വേണമെങ്കിൽ പോക്കറ്റിലാവാന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ പോക്കറ്റ് വീണ്ടും തപ്പാൻ വന്നിരിക്കുകയാണ് ഒരാൾ. സോ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. 2 പോക്കറ്റും തപ്പിയില്ല. ബാക്കിലൊരു പോക്കറ്റ് ആവാം. ഓക്കെ അങ്ങനെ ലാസ്റ്റത്തെ ക്ലൂവിൽ ആരുവിന് സാധനം കിട്ടി. ഓക്കെ, അപ്പം വേറൊരു കാര്യം കൂടി ഉണ്ട്. തറവാട് വീട്ടിലൊരു സാധനം വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊരു 10 മിനിറ്റിനുള്ളിൽ കിട്ടും. അടുത്താണ്, വേഗം കിട്ടും. എന്താ സാധനം എന്ന് പറയില്ല. ആ സിറ്റ് ഔട്ടിൽ നിങ്ങൾ പോയി പരുത്. അപ്പോഴത്തേക്ക് ഞാൻ വരാം. ആ നീ ഏത് ചെരുപ്പിട്ടിട്ട് പോ. അപ്പോൾ രണ്ടാളും പരുതാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ചാവി എടുത്തിട്ട് പോവാം. ഓക്കെ, ഒരു സാധനം കൂടെ ഇങ്ങനെ പരുതിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ, വേറെ എവിടെയും പോണ്ട. സർ 2 ആൾ ഇവിടെ പരുതാൻ പോകുന്നുണ്ട്. പരുത്തി ഇങ്ങനെ നടക്കാം. അതെന്താ സാധനം നിങ്ങൾ കൺമുമ്പ് കാണും. ഈസിയാണെന്ന് പറഞ്ഞാൽ ഈസിയാണ്. സോ കണ്ടുപിടിക്കാൻ പറ്റുന്നവർ കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ കോക്ക് ആരുവിനാണ് കിട്ടിയത്. അപ്പം തറവാട്ടിൽ ചെറിയൊരു സാധനം കൊണ്ട് പറഞ്ഞിട്ട് ഇവർ ഇങ്ങോട്ട് പരുതാൻ വന്നിട്ട് ആളെ 2 ആൾ പുറത്ത് വാ, ഇങ്ങോട്ടാ, ഇവിടെ വാ. ഇപ്പോൾ 2 ആളും പുറത്ത് വന്നിട്ടുണ്ട്. സോ ഒന്ന് വീട്ടിലേക്ക് നടന്നിട്ട് ഇങ്ങോട്ട് വന്നേ. അല്ല വീഴല്ലേ. സോ 2 ആളും പോയിട്ടുണ്ട്. അപ്പം ഫൈനലി ആരുവിനാണ് കിട്ടിയിട്ടുള്ളത്. ആരുവിനെ ഗിഫ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് വാവക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഗിഫ്റ്റ് ആരുവിനാണ്. ഓക്കെ, അവർ പ്രശ്നമില്ല, വന്നോ. സോ ഇതാണ് ആരുവിൻ്റെ ഗിഫ്റ്റ്. ആര് കണ്ടുപിടിച്ചതിന് ആരുവിൻ്റെ ഗിഫ്റ്റ്. സോ ആര് ആ പെണ്ണ് ചെറുതിനെടുത്തു. സോ ഗൈസ്, അപ്പം ഇത്രയും ഉണ്ടായിരുന്നുള്ള വീഡിയോ. അതായത് ഇവനൊരു കളർ ചെയ്യുന്നൊരു ഇതും ഒരു പെന്നുമാണ് ഇവന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ ബൈ. സോ അപ്പം എനിക്ക് ഏകദേശം ജിമ്മിൽ പോകാൻ സമയമായി. സോ അതുകൊണ്ട് ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യലായി. ബൈ. ആ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തു. ഇനി ചെറുക്കനും കൂടെ കൊടുക്കുക. അതായത് ചെറിയ ആൾ ഇപ്പം വീട്ടിൽ പോയിട്ടുണ്ട് ആരുവിൻ്റെ ഒപ്പരം. സോ നമുക്ക് ഇവരെ ഇങ്ങോട്ട് കളിക്കാൻ വിളിച്ചിട്ട് ഓനും കൂടെ കൊടുക്കുക. ചെറിയൊരു സങ്കടമായിട്ടുണ്ട്. സോ നമുക്ക് ഓന് കൊടുക്കാം. ഉണ്ടായിരുന്നു ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. നിങ്ങൾ ചെറുതിൻ്റെ സന്തോഷം നോക്ക്. എടുത്ത് ഓടി. സോ നമ്മളിന്ന് പുറത്ത് പോയിരുന്നു, അപ്പം വാങ്ങിയതാണ്. സന്തോഷം നോക്കാം.
ഏ എങ്ങനെയുണ്ട് ഗിഫ്റ്റ്? അടിപൊളി. നല്ല ഗിഫ്റ്റ്. ഇഷ്ടപ്പെട്ടാ? ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഷട്ടിൽ കളിച്ചിട്ട്, ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്തില്ല, ജസ്റ്റ് ഷട്ടിൽ കളിച്ചിട്ട് പിന്നെയും നമ്മൾ ജസ്റ്റ് ഷട്ടിൽ കളിച്ചിട്ട് പിന്നെ ഞാൻ ജിമ്മിന് പോവും. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അല്ലേ? സോ അങ്ങനെ നമ്മൾ സർപ്രൈസ് വീഡിയോ ഇവിടെ കഴിഞ്ഞു. ചെറിയൊരു സർപ്രൈസ് ആയിരുന്നു, വലിയ സർപ്രൈസ് ഒന്നുമില്ല. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അപ്പം അടുത്തൊരു വ്ളോഗായിട്ട് നാളെ കാണാം. ബൈ ബൈ.